ഡൽഹിയിലെ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അവനോടത് ചോദിച്ചത്. IIT അല്ലെങ്കിൽ IIM ബിരുദങ്ങളുള്ള നിരവധി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് നീ ഫിലോസഫി തിരഞ്ഞെടുത്തു എന്ന്. +2 മാർക്ക് കുറവായതുകൊണ്ടോ അതോ ഫിലോസഫിയോടുള്ള നിന്റെ താല്പര്യം കൊണ്ടാണോ ആ സബ്ജക്ട് എടുത്തതെന്ന്. എന്നാൽ അത് രണ്ടുമായിരുന്നില്ല കാരണങ്ങൾ. വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം +2 ശേഷം ഒരു ഡെലിവറി ബോയ് ആയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായും മുഴുവൻ സമയം അയാൾക്ക് ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ 8 മുതൽ 10 വരെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്ന ഫിലോസഫി മാത്രമായിരുന്നു അവൻ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വിഷയം. നിലവിൽ $500 മില്യൺ മൂല്യമുള്ള 9 മില്യണിലധികം മെമ്പേഴ്സ് ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫിൻടെക് സ്ഥാപനങ്ങളിലൊന്നായ ക്രെഡ് ആപ്പിന്റെ ഫൗണ്ടറായ കുനാൽ ഷായുടെ കഥയാണിത്. ഇൻഫോ എഡ്ജിന്റെ സ്ഥാപകനായ സഞ്ജീവ് വിക്ചാന്ദിനിയാണ് കഴിഞ്ഞ ദിവസം ഷായുടെ ഈ കഥ എക്സിൽ പങ്കുവച്ചത്. 2018 കുനാൽ ക്രെഡ് ആരംഭിക്കുന്നത്. ഇന്ന് രാജ്യത്ത് നടക്കുന്ന ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റിൽ 20% ക്രെഡിലൂടെയാണ്. മാത്രമല്ല ഇന്ത്യയിൽ വേഗത്തിൽ യൂണിക്കോൺ പദവിയിലെത്തുന്ന രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് കൂടിയാണ് ഇന്ന് ക്രെഡ്. അന്ന് 15,000 രൂപ മാസ ശമ്പളക്കാരനായ കുനാൽ ഷായുടെ ഇന്നത്തെ നെറ്റ് അസറ്റ് 15,000 കോടി രൂപയാണ്.